LPG EKYC ചെയ്യാനുള്ള അവസാന തീയതി 2026 ഓഗസ്റ്റ് 16 അവസാനിച്ചു. EKYC പൂർത്തിയാക്കാത്തവർ സിലിണ്ടറുകൾ സബ്സിഡി നിരക്കിൽ ലഭിക്കില്ല. ഇങ്ങനെയുള്ളവർ താൽക്കാലികമായി ഉയർന്ന വാണിജ്യ നിരക്കിലോ അല്ലെങ്കിൽ സബ്സിഡി ഇല്ലാത്ത മുഴുവൻ തുക നൽകിയോ സിലിണ്ടർ വാങ്ങേണ്ടി വരും. കേന്ദ്ര സർക്കാരിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന പാചകവാതക സബ്സിഡി തുക താൽക്കാലികമായി നിർത്തലാക്കും. LPG EKYC ചെയ്യാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. നിശ്ചിത സമയത്തിനകം ഇത് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ പരിഭ്രാന്തരാകേണ്ടതില്ല. കാരണം നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ റദ്ദാക്കില്ല. എന്നാൽ നിലവിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളും ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും നോക്കാം. EKYC പൂർത്തിയാക്കാത്തവർക്ക് സിലിണ്ടറുകൾ സബ്സിഡി നിരക്കിൽ ഇനി ലഭിക്കില്ല. ഇങ്ങനെയുള്ളവർ താൽക്കാലികമായി ഉയർന്ന വാണിജ്യ നിരക്കിലോ അല്ലെങ്കിൽ സബ്സിഡി ഇല്ലാത്ത മുഴുവൻ തുക നൽകിയോ സിലിണ്ടർ വാങ്ങേണ്ടി വരും. കേന്ദ്ര സർക്കാരിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന പാചകവാതക സബ്സിഡി തുക താൽക്കാലികമായി നിർത്തലാക്കപ്പെടും. ഓൺലൈൻ ലിങ്കുകൾ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള LPG വിതരണ ഏജൻസി നേരിട്ട് സന്ദർശിച്ച ബയോമെട്രിക് വഴി EKYC പൂർത്തിയാക്കാം. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ ഓയിൽ 1 ആപ്പ് വഴിയും ഭാരത് ഗ്യാസ് ഉപയോക്താക്കൾക്ക് ഹലോ BPCL ആപ്പ് വഴിയും ഇനിയും ലോഗിൻ ചെയ്ത KYC വിൻഡോ ലഭ്യമാണോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഫേസ് RD ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ വൈകിയാണെങ്കിലും EKYC വിജയകരമായി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഗാർഹിക നിരക്കിലുള്ള സിലിണ്ടറുകളും സബ്സിഡി ആനുകൂല്യങ്ങളും അക്കൗണ്ടിലേക്ക് വീണ്ടും സജീവമായി ലഭിച്ചു തുടങ്ങും. LPG EKYC സമയപരിധി കഴിഞ്ഞ സാഹചര്യത്തിൽ ഉപയോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ വിവരങ്ങളും അവശ്യ നിയമങ്ങളും നോക്കാം. ഏജൻസികളിൽ നേരിട്ട് പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ എത്തിക്കുന്ന ഡെലിവറി ജീവനക്കാരുടെ പക്കലുള്ള ബയോമെട്രിക് മെഷീൻ വഴി വീട്ടിൽ വെച്ച് തന്നെ EKYC പൂർത്തിയാക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇപ്പോൾ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഗ്യാസ് കണക്ഷൻ ഇപ്പോഴും മൺമറഞ്ഞുപോയ കുടുംബാംഗങ്ങളുടെ പേരിൽ തന്നെയാണെങ്കിൽ റേഷൻ കാർഡിലെ നിലവിലുള്ള മുതിർന്ന അംഗത്തിന്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയ ശേഷം മാത്രമേ EKYC ചെയ്യാൻ സാധിക്കൂ. മുമ്പ് ഒരിക്കലെങ്കിലും വിജയകരമായി ആധാർ ലിങ്കിങ്ങും EKYCയും പൂർത്തിയാക്കിയിട്ടുള്ള ഉപയോക്താക്കൾ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. എന്നാൽ ഇതുവരെയും ചെയ്യാത്തവർ മാത്രം എത്രയും വേഗം ഇത് പൂർത്തിയാക്കിയാൽ മതിയാകും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി കൃത്യമായി വരുന്നുണ്ടോ അല്ലെങ്കിൽ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഔദ്യോഗിക മൈ LPG പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. അവിടെ നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ സിലിണ്ടർ ചിത്രം തിരഞ്ഞെടുത്ത് ഗിവ് യുവർ ഫീഡ്ബാക്ക് ഓൺലൈൻ വഴി കൺസ്യൂമർ IDയും മൊബൈൽ നമ്പറും നൽകി വിവരങ്ങൾ പരിശോധിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.